നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ഗ്രാമീണ ബാങ്കിന്റെ നവീകരിച്ച വഴിത്തല ശാഖയുടെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. MJ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി ജനറൽ കൺവീനർ ടോണി കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച ചുങ്കം ചേരിയിൽ വലിയപറമ്പിൽ നോബിയുടെ ഭാര്യ ഷൈനി, ഇളയ മക്കളായ അലീന, ഇവാന എന്നിവരുടെ സംസ്കാരം ചുങ്കം സെന്റ് മേരീസ് പള്ളിയിൽ നടത്തി. ആശാ വർക്കേഴ്സ് സമരത്തിന് ഇടുക്കി DCCയുടെ ഐക്യദാർഢ്യം. ഇടുക്കി DCCയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായി പുറത്തിറക്കുന്ന ബുക്ക്ലെറ്റ് നോട്ടീസ് ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച വഴിത്തല ശാഖയുടെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ATMന്റെ ഉദ്ഘാടനം മുൻ MLAയും ടെൽക്ക് ചെയർമാനുമായ അഡ്വക്കേറ്റ് PC ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ മികച്ച ക്ഷീരകർഷകനായ മത്തായി മാർക്കോസിനെ പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ആദരിച്ചു. കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച വഴിത്തല ശാഖയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ATMന്റെ ഉദ്ഘാടനം മുൻ MLAയും ടെൽക്ക് ചെയർമാനുമായ അഡ്വക്കേറ്റ് PC ജോസഫ് നിർവഹിച്ചു. മികച്ച ക്ഷീരകർഷകനായ മത്തായി മാർക്കോസിനെ പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ആദരിച്ചു. വാർഡ് മെമ്പർമാരായ തോമസ് പയറ്റ്നാൽ, ആൻസി ജോജോ, നബാർഡ് DDM അരുൺ MS, ലീഡ് ബാങ്ക് മാനേജർ റെജിരാജ്, പുറപ്പുഴ CDS ചെയർപേഴ്സൺ സരസ്വതി PG, കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ KK രാജേഷ് N. നായർ, റീജിയണൽ മാനേജർ സുരേഷ് കുമാർ G, വഴിത്തല മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കുരുവിള, കസ്റ്റമർ കമ്മിറ്റി പ്രസിഡന്റ് സോമി ജോസഫ്, ബ്രാഞ്ച് മാനേജർ വിനയൻ ജോയി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശ നൽകുകയും കാർഷിക സ്വർണ്ണ പണയ വായ്പകൾ 4% മുതലും ഹൌസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ എന്നിവ 8.5% മുതലും നൽകുന്ന കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലെ തന്നെ മികച്ച ഗ്രാമീൺ ബാങ്കുകളിൽ ഒന്നാണ്. ന്യൂസ് ബ്യൂറോ, വഴിത്തല. MJ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി ജനറൽ കൺവീനർ ടോണി കുര്യാക്കോസ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 17 മുതൽ 23 വരെ അൽ-അസർ കോളേജ് കാമ്പസിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ 14 ഉച്ചകഴിഞ്ഞ് 3 മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും. സംഘാടക സമിതി ഓഫീസ് ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. MJ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. മാർച്ച് 8 വൈകുന്നേരം 5 വരെ www.mguniversitykalootsavam.com എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. മാർച്ച് 17 മുതൽ 23 വരെ അൽ-അസർ കോളേജ് ക്യാമ്പസിലെ 9 വേദികളിലാണ് ദസ്തക് എന്ന പേരിൽ കലോത്സവം നടക്കുന്നത്. 9 വേദികളിലായി 90 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. പുതിയതായി 15 ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളംബര ജാഥ 14 ഉച്ചകഴിഞ്ഞ് 3 മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് മാർച്ച് മാസം 8-ാം തീയതി വൈകുന്നേരം 5 മണിയാണ്. 6 ദിവസത്തെ കാലാവധിയാണ് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ഏകദേശം കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിന് 5000-ൽ പരം കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിത്തവണ അതിനേക്കാൾ ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മത്സരത്തിനേക്കാളും ഒരുപാട് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാളും 15 ഐറ്റംസ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾപ്പെടുത്തിയ ഐറ്റംസ് കൂടി പറഞ്ഞു പോകാവുന്നതാണ്. ഒന്ന് കുച്ചിപ്പുടി, ഫീമെയിലും ട്രാൻസ്ജെൻഡറും ഉണ്ട്. അതോടൊപ്പം ഫോക്ക് ഡാൻസ്, ഫീമെയിലും ട്രാൻസ്ജെൻഡറും ഉണ്ട്. അതോടൊപ്പം ഇത്തവണ പുതുതായി കഴിഞ്ഞ തവണയാണ് നമ്മൾ തമിഴ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട്. ഇത്തവണ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് സംസ്കൃത ഐറ്റംസും കൂടി, ലിറ്റററി ഇവന്റ്സിന്റെ അത് സംസ്കൃത ഐറ്റംസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങും essay റൈറ്റിങ്ങും പോയം റൈറ്റിങ്ങും ഈ 3ലും സംസ്കൃത ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇത്തവണ തയ്യാറായിട്ടുണ്ട്. മറ്റൊന്ന് പുതിയതായി ഡിബേറ്റ് കോമ്പറ്റീഷൻ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത്തവണ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് രംഗോലിയാണ്, മെഹന്തി, സ്റ്റാൻഡപ്പ് കോമഡി, ഫോക്ക് ഓർക്കസ്ട്ര, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ഇങ്ങനെ പുതുതായി 15 ഐറ്റംസ് കൂടി ഇത്തവണ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്.
അപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് മാർച്ച് മാസം 14-ാം തീയതി കലോത്സവത്തിന്റെ വിളംബര ജാഥ തൊടുപുഴ മങ്ങാട്ടുപള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ അവസാനിക്കുന്ന നിലയ്ക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം 3 മണിക്കാണ് വിളംബര ജാഥ സംഘടിപ്പിക്കപ്പെടുന്നത്. ആ വിളംബര ജാഥയുടെ ഭാഗമായി അതിന്റെ യോഗത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഈ പ്രദേശത്തെ തൊടുപുഴ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിളംബര ജാഥയാണ് ഉദ്ദേശിക്കുന്നത്. കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സെഷൻസ് എല്ലാം ഇത്തരത്തിൽ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിക്കുന്ന നിലയിലേക്കാണ് നമ്മൾ തീരുമാനിച്ചു പോയിട്ടുള്ളത്. കലോത്സവ ലോഗോ വെഞ്ഞാറമൂടും ഔദ്യോഗിക വെബ്സൈറ്റ് അഡ്വക്കേറ്റ് എ രാജ MLA പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ഓഫീസ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ടോണി കുര്യാക്കോസ്, കൺവീനർ ശരത് പ്രസാദ്, രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ അപ്സര ആന്റണി, സെനറ്റ് അംഗം അഖിൽ ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച ചുങ്കം ചേരിയിൽ വലിയ പറമ്പിൽ നോബിയുടെ ഭാര്യ ഷൈനി, ഇളയ മക്കളായ അലീന, ഇവാന എന്നിവരുടെ സംസ്കാരം ചുങ്കം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്നു. നിരവധി ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ പള്ളിയിലും ഭവനത്തിലും എത്തിയത്. രാജാക്കാട് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ യാത്രക്കാർക്ക് ഉപകാരപ്പെടാതെ അടച്ചുപൂട്ടൽ വക്കിൽ. ദുരിതത്തിലായി യാത്രക്കാരും വ്യാപാരികളും. ഏതാനും ദിവസമായി വെള്ളമില്ലെന്ന് പറഞ്ഞ് പൂട്ടിയിട്ട നിലയിലാണ് കംഫർട്ട് സ്റ്റേഷൻ. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി പരിഹാരം കാണാനോ ബദൽ സംവിധാനം ഒരുക്കാനോ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ ദിവസങ്ങളായി നിലച്ചതോടെ യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ. ഏതാനും ദിവസമായി വെള്ളമില്ലെന്ന് പറഞ്ഞ് പൂട്ടിയിട്ട നിലയിലാണ് കംഫർട്ട് സ്റ്റേഷൻ. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി പരിഹാരം കാണാനോ ബദൽ സംവിധാനം ഒരുക്കാനോ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. രാജാക്കാട് എത്തുന്നവർക്കും ബസ് ജീവനക്കാർക്കും ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്കും ആശ്രയമാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ.
യാത്രക്കാരും പലതവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ സമീപത്തെ ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളെയും ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ആശാ വർക്കേഴ്സ് സമരത്തിന് ഇടുക്കി DCCയുടെ ഐക്യദാർഢ്യം. ഇടുക്കി DCCയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 22 ദിവസമായി വേനൽ ചൂടും വേനൽ മഴയും അതിജീവിച്ച് ന്യായമായ ആവശ്യങ്ങൾക്ക് രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും അവരെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സർക്കാരിനെതിരെയും സമരത്തെ അവഹേളിക്കുന്ന CPMന്റെ നിലപാടിൽ പ്രതിഷേധിച്ചും ഇടുക്കി DCCയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചു വരുന്ന ജനകീയ സമരമായി ആശാ സമരം മാറിയെന്നും നീതിക്ക് വേണ്ടിയുള്ള സമരത്തെ കപട എതിർ സമരം കൊണ്ട് ചെറുക്കാനുള്ള CPM നീക്കത്തെ കേരള സമൂഹം അവജ്ഞയോടെ കാണുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ എന്താണ് സ്ഥിതി എന്നതിനെ സംബന്ധിച്ചാണ് ബഹുമാന്യ DCC പ്രസിഡന്റ് കടന്നത്. കേരളത്തിൽ വളരെ തുച്ഛമായ ഒരു വേതനം, ആ വേതനം പോലും കൃത്യമായി കിട്ടാത്ത ഒരവസ്ഥ. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിലൊക്കെ ഏറ്റവും പരിതാപകരമായ ഒരു ശമ്പള വ്യവസ്ഥ നിലനിൽക്കുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർക്കാണ്. ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ, ജനങ്ങൾ വേദനയിലാകുമ്പോൾ അവരുടെ അടുത്ത് ഓടിയെത്തുന്ന നമ്മുടെ സഹോദരിമാർ എന്താണ് പ്രശ്നമെന്ന് പഠിക്കാൻ വേണ്ടി എത്തുന്നവർ, അതിന് പരിഹാരം കണ്ടെത്തുന്നവർ, അവരാണ് കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ. അവർക്ക് ന്യായമായി വേതനം കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടാൽ അതെങ്ങനെ തെറ്റാകും? അതിനുവേണ്ടി സമരം ചെയ്താൽ അതെങ്ങനെ ജനദ്രോഹമാകും? ഏത് സമരത്തെയും പുച്ഛിച്ചു തള്ളുന്ന ഒരു സംസ്ഥാന സർക്കാരും ഒരു പാർട്ടി സെക്രട്ടറിയും ഈ നാടിന് അപമാനമായി മാറിയിരിക്കുന്നു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. തുച്ഛമായ വേതനം വാങ്ങിക്കൊണ്ട് ആശയറ്റ ആശാ വർക്കർമാർ സമരം നടത്തുമ്പോൾ അതിനെ കീടങ്ങൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തൊഴിലാളി വർഗ പാർട്ടിയാണ് ഞങ്ങൾ എന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പൊ അതെല്ലാം ചൈന ഇപ്പോൾ കുത്തക മുതലാളിമാരുടെ രാജ്യമായതുപോലെ തൊഴിലാളി എന്ന് കേട്ടാൽ അവർക്ക് ഇപ്പൊ പുച്ഛമാണ്. ഇളവരം കരീമിന്റെയൊക്കെ വാർത്ത കേട്ടാൽ, പുസ്തകമൊക്കെ കേട്ടാൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. 3 ദിവസങ്ങൾക്കപ്പുറമാണ് സഖാവ് പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ളത് പോലെ തന്നെ ആന്ധ്രയിലും ഒരു മുഖ്യമന്ത്രിയുണ്ട്, ചന്ദ്രബാബു നായിഡു. 10,000 ഉറുപ്പികയാണ് അവിടുത്തെ ആശാ വർക്കർമാർക്ക് ശമ്പളം. ഇവിടെ 27,000 എണ്ണമെങ്കിൽ അവിടെ 67,000 പേരുണ്ട് ആശാ വർക്കർമാർ. നേതാക്കളായ ജോയ് തോമസ്, റോയ് കെ പൗലോസ്, ഷിബിലി സാഹിബ്, ഇന്ദു സുധാകരൻ, MK പുരുഷോത്തമൻ, നിഷ സോമൻ, ചാർലി ആന്റണി, TJ പീറ്റർ, സിറിയക് തോമസ്, റോബിൻ കാരക്കാട്ട്, ആൻസി ആന്റണി, ജാഫർ ഖാൻ മുഹമ്മദ്, ജോസ് ഊരക്കാട്ടിൽ, MK ഷാഹുൽ ഹമീദ്, VV മുരളി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുനി സാബു, രാജേശ്വരി ഹരിഹരൻ, PV അച്ചാമ്മ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സോയി മോൻസണ്ണി, ടോണി തോമസ്, ഫസൽ സുലൈമാൻ, ഷാനു ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഇടികെട്ടിപ്പാറയിൽ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ CPM നേതാക്കളുടെ സമ്മർദ്ദത്തിൽ മോചിപ്പിച്ച ശേഷം തൊടുപുഴ പോലീസ് പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നത് നീതിന്യായ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ചോർച്ച ഉണ്ടാകുമെന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്. കയ്യിൽ കിട്ടിയ പ്രതികളെ വിട്ടുകളഞ്ഞ പോലീസ് നടപടി ഇത്തരം മാഫിയകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് തുല്യമായ നടപടിയായിപ്പോയെന്നും ജാഫർ ഖാൻ കുറ്റപ്പെടുത്തി. തൊടുപുഴയ്ക്ക് സമീപം ഇടികിട്ടിപ്പാറയിൽ കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ CPM നേതാക്കളുടെ സമ്മർദ്ദത്തിൽ രാത്രിയിൽ തന്നെ നിരപരാധികളെന്ന നിലയിൽ മോചിപ്പിച്ച തൊടുപുഴ പോലീസ് പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നത് നീതിന്യായ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ചോർച്ചയുണ്ടാകുമെന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് കുറ്റപ്പെടുത്തി. ഈ തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം, മുനിസിപ്പാലിറ്റിയിലെ ഇടികിട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന സൽക്കാരത്തിനിടയിൽ മാഫിയ സംഘങ്ങൾ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ
അതിനിഷ്ഠൂരമായി ആക്രമിച്ച് അവന്റെ 2 കാലിന്റെയും മുട്ട് അടിച്ചു തകർക്കുകയും അയാളുടെ കൈകൾ അടിച്ചു തകർക്കുകയും അയാളുടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇടികിട്ടിപ്പാറയിൽ തൊടുപുഴ പോലീസ് എത്തിച്ചേർന്നു. നാട്ടുകാർ വിളിച്ചു പറഞ്ഞാണ് അവിടെ പോലീസ് വന്നത്. ഈ മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽപ്പെട്ട 11 ആളുകളെ നാട്ടുകാരുടെ കൺമുമ്പിൽ വെച്ചാണ് തൊടുപുഴ പോലീസ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പിടിച്ചുകൊണ്ടുവരുന്നത്. പിടിച്ചുകൊണ്ട് വന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ ഈ നഗരത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു മഹത് വ്യക്തിയും CPM-ന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ചേർന്ന് ആ പ്രതികളായിട്ടുള്ള 11 ആളുകളെയും പട്ടപ്പാതിരാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കേസ് പോലും എടുപ്പിക്കാതെ ഇറക്കിക്കൊണ്ടുപോയി. എന്നിട്ട് ഇന്നിപ്പോ പത്രങ്ങളിലൊക്കെ പോലീസ് പറഞ്ഞിരിക്കുന്നത് പ്രതികളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നാട്ടിൽ മയക്കുമരുന്നും ഗഞ്ചാവും ഉൾപ്പെടെയുള്ള അമിതമായ ആ വ്യാപനത്തിന്റെ ഉത്തരവാദികൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവോടും കൂടി അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ മനസ്സറിവോടും കൂടി നടക്കുന്നതാണ് എന്നതിന്റെ തെളിവുകൾ ഒന്നിലധികം ഈ നാട് മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. തൊടുപുഴ പട്ടണത്തിൽ നടന്ന ഈ സംഭവത്തിൽ പോലും പ്രതികളായിട്ടുള്ള DYFIക്കാരെ ഇറക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പാർട്ടി പ്രതികളെയുമായി സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തമ്പടിച്ചിരുന്ന ആളുകളും CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഇവരാണ് ഈ നാട്ടിൽ മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്താൻ പോകുന്നു എന്ന് പറയുന്നത്. ഇവരാദ്യം തന്നെ ആയുധം താഴെ വെച്ചാൽ ഈ നാട്ടിൽ പാവപ്പെട്ട കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇടുക്കി ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസം 2 ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് വ്യാജ മദ്യ വിൽപ്പനയുടെ പേരിൽ ഡ്രൈഡയിൽ മദ്യം വിൽക്കുന്നു എന്നതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത്. എവിടെ എടുത്താലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത്. ഇവരാണ് ഇതിന്റെ വ്യാപനത്തിന്റെ ഉത്തരവാദികൾ. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിരട്ടി പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുന്ന സമീപനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിപ്പിച്ചാൽ ഈ തൊടുപുഴയിൽ ഒരു പകുതിയിലധികം ഈ വ്യാപനം അവസാനിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി കുന്നം ഇടികിട്ടിപ്പാറയിൽ ഒരു സൽക്കാരത്തിനിടയിൽ മയക്കുമരുന്ന് സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി ഒരാളെ 2 കാലും കൈയും ഒടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴ പോലീസ് എത്തി അക്രമ സംഘത്തിലെ 11 പേരെ നാട്ടുകാർ നോക്കി നിൽക്കെയാണ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയത്. പ്രതികളെയുമായി സ്റ്റേഷനിലെത്തിയ പോലീസുകാരെ ശ്വാസമിടാൻ അനുവദിക്കാതെ നഗരത്തിലെ ഉന്നത പദവിയിലുള്ള ജനപ്രതിനിധിയും മറ്റൊരു CPM യുവ നേതാവും ചേർന്ന് ഇറക്കിക്കൊണ്ടു പോകുകയായിരുന്നു. നാട് മുഴുവൻ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ ജനവികാരം ഉയരുമ്പോൾ കഞ്ചാവ് MDMA വിൽപ്പനക്കാരെ പരസ്യമായി സംരക്ഷിക്കുന്ന തൊടുപുഴയിലെ CPM നേതൃത്വം ഈ നടപടിയിൽ നിന്ന് പിന്മാറിയാൽ പട്ടണത്തിലെ മയക്കുമരുന്ന് വ്യാപനം തടയുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കയ്യിൽ കിട്ടിയ പ്രതികളെ വിട്ടുകളഞ്ഞ പോലീസ് നടപടി ഇത്തരം മാഫിയകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് തുല്യമായ നടപടിയായി പോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായി പുറത്തിറക്കുന്ന ബുക്ക്ലെറ്റ് നോട്ടീസ് ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പ്രകാശനം ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മാനേജർ B. ഇന്ദിര, KR വിജയകുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ B. വിജയകുമാർ, KR വേണു, കോർ കമ്മിറ്റി അംഗങ്ങളായ C. ജയകൃഷ്ണൻ, R. ഹരി, പ്രദീപ് കുമാർ, മാതൃസമിതി കൺവീനർ വിജയലക്ഷ്മി, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ BRC തല പഠനോത്സവത്തിന് പായിപ്പുറ സ്കൂളിൽ തുടക്കമായി. പഠനോത്സവങ്ങളുടെ മൂവാറ്റുപുഴ BRC തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ മുഖ്യപ്രഭാഷണവും BPC ആനി ജോർജ് പഠനോത്സവ സന്ദേശവും നൽകി. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ ഓരോ കുട്ടിയും നേടിയെന്നത് രക്ഷിതാക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. പായിപ്ര സ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച മൂവാറ്റുപുഴ BRC തല പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ മുഖ്യപ്രഭാഷണവും BPC ആനി ജോർജ് പഠനോത്സവ സന്ദേശവും നൽകി. ക്ലാസ് തലത്തിലും കോർണർ തലത്തിലും സ്കൂൾ തലത്തിലും നടത്തിയ പഠനോത്സവങ്ങളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കാളികളായി. ഭാഷാമൂല, ഗണിതമൂല, ശാസ്ത്രമൂല, അഭിനയം, സംഗീതം, നിർമ്മാണം, വിവിധ രചനകൾ തുടങ്ങി 13ഓളം ഇടങ്ങൾ ക്രമീകരിച്ചാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ ട്രാഫിക് ലഘുരേഖ വിതരണവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിനയൻ 1ാം ക്ലാസ് കുഞ്ഞെഴുത്ത് പ്രകാശനവും നടത്തി. ഹെഡ് മിസ്ട്രസ് VA റഹീമ BV കുട്ടികൾ നിർമ്മിച്ച സോപ്പുകളുടെ വിതരണവും BRC ട്രെയിനർ ജിനു ജോർജ് സർഗാത്മക രചനകളുടെ പ്രകാശനവും നടത്തി. PTA പ്രസിഡന്റ് നിസാർ മീരാൻ, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ പേണ്ടാണം, BRC ട്രെയിനർ ഡിംപിൾ പൗലോസ്, CRC കോർഡിനേറ്റർമാരായ അഹല്യമോൾ, തുളസി MJ, ആതിര ശശി, നിധി ചെല്ലപ്പൻ, അധ്യാപകനായ KM നൌഫൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ അവതരണങ്ങളും നടന്നു. പകർച്ചവ്യാധികൾ പലവിധമുണ്ടെന്നങ്ങനെയുള്ളൊരു കഥയുര ചെയ്യാം. പാറി നടക്കും കൊതുകും മീച്ചയും ഓടി നടക്കും എലിയും കുരങ്ങും പറവേ പാറി വരൂ പാറി വരൂ പാറി വരൂ മരത്തിലിരിക്കാൻ പാറി വരൂ പാറി വരൂ കുരുവി പാറി വന്നു കുരുവി There are five. There are A-E-I-O-U. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. There was a crow. He was very thirsty, but no water anywhere. Suddenly, he saw a bowl of water. കുട്ടമ്മാൻ എങ്ങട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എന്റെ കുട്ടമ്മാനെ, കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല. എന്നാൽ കുട എടുത്തു വരാം. ന്യൂസ് ബ്യൂറോ, പായിപ്ര. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചത് അഭിമാനകരമായ നേട്ടമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ. അക്കാദമിക് മികവ് കൂടാതെ മറ്റനേകം അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിച്ചാണ് UGC ഇപ്പോൾ സ്വയംഭരണ പദവി നൽകിയിട്ടുള്ളത്. നിലവിൽ എറണാകുളം ജില്ലയിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സ്വയംഭരണ പദവി ലഭിക്കുന്ന രണ്ടാമത്തെ കോളേജാണ് വിശ്വജ്യോതി. വാഴക്കുളം വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സ്വയംഭരണ അവകാശത്തിനുള്ള അപേക്ഷ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC അംഗീകരിക്കുകയും 2025-2026 അധ്യയന വർഷം മുതൽ സ്വയംഭരണ അവകാശം നൽകുകയും ചെയ്തു. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠന നിലവാരത്തിലും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠന നിലവാരത്തിൽ 14ാം സ്ഥാനവും സ്വകാര്യ മേഖലയിൽ 4ാം സ്ഥാനവും കോളേജിനുണ്ട്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വിശ്വജ്യോതി കോളേജിൽ 2018 മുതൽ നിരവധി കോഴ്സുകളാണ് ഇപ്പോൾ വിശ്വജ്യോതിയിലുള്ളത്. 2023 NAAC അക്രഡിറ്റേഷൻ A ഗ്രേഡ് കോളേജിന് ലഭിക്കുകയുണ്ടായി. അക്കാദമിക് മികവ് കൂടാതെ മറ്റനേകം അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിച്ചാണ് UGC ഇപ്പോൾ സ്വയംഭരണ പദവി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ എറണാകുളം ജില്ലയിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സ്വയംഭരണ പദവി ലഭിക്കുന്ന രണ്ടാമത്തെ കോളേജാണ് വിശ്വജ്യോതി. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് UGC ഓട്ടോണമസ് പദവി നൽകിയിരിക്കുന്നു എന്ന വലിയ സന്തോഷകരമായ വാർത്ത അഭിമാനപൂർവ്വമാണ് ഞങ്ങൾ പങ്കിടുന്നത്.
8 ബിടെക് പ്രോഗ്രാമാണ് വിശ്വ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ഡിസൈൻ, ഇങ്ങനെ 4 ബിടെക് പ്രോഗ്രാമുകൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ് എന്ന 4 കോർ എഞ്ചിനീയറിംഗും ഉൾപ്പെടെ 8 ബിടെക് പ്രോഗ്രാം വിശ്വവിദ്യ നൽകുന്നുണ്ട്. അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കേറ്ററിംഗ് കോഴ്സുണ്ട്, MBA കോഴ്സുണ്ട്. ഈ കോഴ്സുകളിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജായിട്ട്, മാനേജീരിയൽ സ്റ്റഡി സെൻ്ററായിട്ട് വിശ്വവിദ്യ വളർന്നു എന്നത് അഭിമാനപൂർവ്വമാണ് പറയാൻ ആവശ്യിക്കുക. അതിൻ്റെ അംഗീകാരം കൂടിയാണ് നാക് അക്രഡിറ്റേഷനിലെ A ഗ്രേഡും UGC ഓട്ടോണമി തന്ന് ഈ സ്ഥാപനത്തെ അക്കാഡമിക് മികവിൻ്റെ പേരിൽ ആദരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോസ്റ്റൽ സൗകര്യം ഈ കോളേജിൻ്റെ പ്രത്യേകതയാണ്. 20ഓളത്തോളം വാഹനങ്ങളുണ്ട് കുട്ടികളെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവരാനായിട്ട്. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്ത് ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ കോളേജ് കൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് ഏറ്റവും മികച്ച അധ്യാപകരും മികച്ച ഒരു ടീച്ചിങ് ടീമും അഡ്മിനിസ്ട്രേറ്റീവ് ടീമും ഈ കോളേജിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് റിസൾട്ട് എപ്പോഴും ഏറ്റവും മികച്ച നിൽക്കുക. 91 സ്വാശ്രയ കോളേജ് 4ാം സ്ഥാനത്താണ് വിശ്വവിദ്യ നിൽക്കുക. 147 എഞ്ചിനീയറിംഗ് കോളേജിൽ 14ാം സ്ഥാനത്താണ് നിൽക്കുക. ഈ മികവൊക്കെ കിട്ടിയിരിക്കുന്നത് ഈ വലിയ ഒരു അക്കാദമിക് മികവുള്ള അധ്യാപകരുടെ പരിശീലനവും അവരുടെ നിയന്ത്രണവും ഈ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഏറ്റവും നല്ല എഞ്ചിനീയേഴ്സ് വാർത്തെടുത്തുകൊണ്ട് വിശ്വജ്യോതി വളർച്ചയുടെ പാതയിൽ മുന്നേറുന്നു എന്നതാണ് ഈ ഓട്ടോണമി പദവി സമർപ്പിച്ചതോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. അപ്പം എഞ്ചിനീയർ മാത്രമല്ല, ഹോട്ടൽ മാനേജ്മെൻറ്റിനും MBAക്കെല്ലാം ഈ ഓട്ടോണമസ് പരിധിയിൽ നിന്നുകൊണ്ട് പുതിയ നൂതനമായ കാഴ്ചപ്പാടോടുകൂടി ഇൻഡസ്ട്രിയൽ റിക്വയർമെൻ്റ് അനുസരിച്ച് കോഴ്സ് രൂപീകരിക്കാനായിട്ടും അങ്ങനെ ഏറ്റവും മികവാർന്ന അക്കാഡമിക് തലങ്ങളിലേക്ക് കുട്ടികളെ നയിക്കാൻ സാധിക്കും എന്നത് സന്തോഷകരമായി അറിയിക്കുകയാണ്. അപ്പോൾ ഈ വലിയൊരു വളർച്ചയോട് പങ്കുചേർന്നുകൊണ്ട് എല്ലാ നല്ല മനുഷ്യരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മക്കൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ മികവാർന്ന വിദ്യാഭ്യാസം, മികവാർന്ന വിദ്യാഭ്യാസ രീതി, പഠന രീതി, ഏറ്റവും മികച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇവിടെ ഉറപ്പാക്കുന്നു. ആ കാഴ്ചപ്പാടോടുകൂടി വിശ്വവിദ്യയിലേക്ക് അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. വാഴക്കുളം വിശ്വവിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവി കിട്ടിയെന്നുള്ളത് ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു അവസരമാണിത്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ ഇനിയും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പരീക്ഷകളും അക്കാഡമിക്കൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നടത്തുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതുകൊണ്ട് കൃത്യസമയത്ത് ക്ലാസ്സുകളും പരീക്ഷകൾ നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രവർത്തനം വഴിയായി അനേകായിരം കുട്ടികൾ ഇവിടെ പരിശീലനം നേടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള ഒരവസരമാണിത്. ഇനിയും ഈ കോളേജിൽ നിന്നും ധാരാളം കുട്ടികൾ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി വിവിധ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത് നന്മ ചെയ്യുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോളേജിൻ്റെ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന എല്ലാവരെയും, കോളേജിൻ്റെ ബോർഡ് മെമ്പേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, സ്റ്റാഫുകൾ എല്ലാവരെയും അനുമോദിക്കുന്നു. ഈ സ്ഥാപനം ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് കഴിഞ്ഞ വർഷം സ്വയംഭരണ പദവി ലഭിച്ചിരുന്നു. ഇപ്പോൾ ഓട്ടോണോമസ് അംഗീകാരം നേടിയ വിശ്വജ്യോതി കോളേജിന്റെ മാനേജ്മെന്റിനെയും പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജനെയും സ്റ്റാഫ് അംഗങ്ങളെയും അഭിവദ്യ മടത്തിക്കണ്ടത്തിൽ പിതാവിനെ കൂടാതെ രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജറായ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ പോൾ പാറത്താഴം, അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.
പോത്താനിക്കാട് കുരങ്കുന്ന് മാർത്തോമ LP സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജർ ജസ്റ്റിൻ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുമാദാസ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പോത്താനിക്കാട് കുരംകുന്ന മാർത്തോമ LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും ഒത്തുകൂടി. ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള മധുരിക്കുന്ന ഓർമ്മകളുമായാണ് അവർ കലാലയമുറ്റത്തേക്ക് വീണ്ടും എത്തിയത്. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങിയ 100 പേരെ ചടങ്ങിൽ ആദരിച്ചു. പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വാർഡ് മെമ്പർ സുമാദാസ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ ജസ്റ്റിൻ ഫിലിപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പൂർവ്വകാല സ്മരണകളെ അയവിറക്കിക്കൊണ്ട് തങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി പരസ്പരം കാണാനും പങ്കെടുക്കാനും കഴിഞ്ഞ സന്തോഷത്തിലാണ് അവർ മടങ്ങിയത്. മെമ്പർമാരായ ടോമി ഏലിയാസ്, സാബു മാധവൻ, ജിനു മാത്യു, NM ജോസഫ്, ഫിജിന അലി, പൂർവ്വ വിദ്യാർത്ഥി വിൻസെന്റ് മേക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക ജയ്മോൾ ജോസഫ് സ്വാഗതവും അധ്യാപിക അസ്ന ഷിഹാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പോത്താനിക്കാട്. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്രയും അശ്വതി കൂട്ടും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോലാനി മാറിക റോഡിന്റെ നവീകരണത്തിന് 8 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി PJ ജോസഫ് MLA അറിയിച്ചു. 2024-25 വർഷത്തെ ബഡ്ജറ്റ് പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചത്. കോലാനി മുതൽ മാറിക വരെയുള്ള ഭാഗമാണ് നവീകരിക്കുന്നത്. ഇതിന്റെ വിശദമായ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി വരികയാണ്. സാങ്കേതിക അനുമതി ലഭിച്ചാൽ ഉടൻ ടെൻഡർ നടപടി ആരംഭിക്കുമെന്നും PJ ജോസഫ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഗ്രാമീണ ബാങ്കിന്റെ നവീകരിച്ച വഴുത്തല ശാഖയുടെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. MJ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി ജനറൽ കൺവീനർ ടോണി കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച ചുങ്കം ചേരിയിൽ വലിയപറമ്പിൽ നോബിയുടെ ഭാര്യ ഷൈനി, ഇളയ മക്കളായ അലീന, ഇവാന എന്നിവരുടെ സംസ്കാരം ചുങ്കം സെന്റ് മേരീസ് പള്ളിയിൽ നടത്തി. ആശാ വർക്കേഴ്സ് സമരത്തിന് ഇടുക്കി DCCയുടെ ഐക്യദാർഢ്യം. ഇടുക്കി DCCയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു.
തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായി പുറത്തിറക്കുന്ന ബുക്ക്ലെറ്റ് നോട്ടീസ് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പ്രകാശനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.